ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ. ഒന്നിങ്ങി വന്നേ. എന്ത് പാട്ടൊക്കെ ആയിട്ട് സാർ എന്താ അറിഞ്ഞിട്ടായി പറയുന്നത്? ഞാനിപ്പോ അമ്പലത്തിൽ പോയി സർപ്പങ്ങൾക്ക് വേണ്ടി 100 പാലും വടിവാളും കഴിച്ച് സർപ്പദോഷം വെക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോ സർപ്പപ്പാട്ടും പാടി നടക്കുക. അതെന്തിന് സാറ് ഇന്നിവിടെ വന്നിരിക്കുന്ന ആരാന്നൊക്കെ ഞാൻ അറിഞ്ഞു. ബാബാ സുരേഷ് എന്നല്ലേ? മൂപ്പര് ഇവിടെ കാല് കുത്തിയാലുള്ള അവസ്ഥ അറിയാമല്ലോ. ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ പാമ്പും പുറത്തിയാണ്. അതിൽ പാസ്പോർട്ട് ഉള്ളത് ഗൾഫിലോട്ടും പോകും, അല്ലാത്തത് കാട്ടിലോട്ടും പോകും. ആ പോകുന്ന പോക്കിൽ എന്നെ എങ്ങാനും ആക്രമിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സർപ്പപ്പാട്ടും പാടി നടക്കുന്നത്. ഓഹോ, അത് മനസ്സിലായി. അത് ഇവിടെ എന്തിനാണ് പാടുന്നത് എനിക്ക് മനസ്സിലാവും. അയ്യോ പാടാൻ വന്നതല്ല, ഒരു കാര്യം അങ്ങോട്ട് മൊഴിയാൻ വന്നതാ. എന്നാ പെട്ടെന്ന് മൊഴി. ഒരു പെട്ടി പുറത്തുനിന്ന് കിട്ടി. ഒരു കറുത്ത പെട്ടിയാണോ? അതെ, അതെന്റെ പെട്ടിയാ. ആഹാ, അണ്ണന്റെ പെട്ടിയായിരുന്നു. അപ്പൊ നിങ്ങൾ സംസാരിച്ചോ, ഒന്നും പേടിക്കാനില്ല. ആ പെട്ടി ഞാൻ ഭദ്രമായിട്ട് എന്റെ റൂമിലെ അലമാരി കൊണ്ടുവച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. താങ്ക് യു. പിന്നെ ഈ ഏകലവ്യനെ അറിയാലോ? സുരേഷ് ഗോപി. അതല്ല, പിന്നെ പുരാണത്തിലെ അതേപോലെ തന്നെ ഞാൻ ബാബാ സുരേഷിനെ ഗുരുസ്ഥാനത്ത് മനസ്സിൽ ധ്യാനിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വീട്ടിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് ഞാനും ചെറുതായിട്ട് പാമ്പ് പിടുത്തം തുടങ്ങി. ആണോ? അത് കൊള്ളാം.